സുജിയ, സർക്കാർ പ്രതിരോധത്തിലാണോ? സർക്കാർ പ്രതിരോധത്തിലാണോ എന്നുള്ള ചോദ്യം തന്നെ ഇന്നത്തെ ദിവസം അപ്രസക്തമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം സർക്കാരിൻ്റെ തലവനായ മുഖ്യമന്ത്രി ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് ആർക്ക് വേണമെങ്കിലും ഏത് വിഷയത്തിലും ചോദ്യങ്ങൾ ഉന്നയിക്കാം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് 1 മണിക്കൂറെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ, അതായത് 50 മിനിറ്റ് അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞിട്ട് 10 മിനിറ്റിൽ 5 ചോദ്യം എടുക്കുന്ന സ്ഥിരം വാർത്താ സമ്മേളനമല്ല, 6 മണി വാർത്താ സമ്മേളനത്തിൻ്റെ ശൈലിയല്ല, മുഖാമുഖം വന്ന് മുഖ്യമന്ത്രി വന്നിരുന്നതാണ്. ആ കാര്യത്തിൽ എല്ലാ ചോദ്യങ്ങളും ED-യുടെ നോട്ടീസ് അടക്കമുള്ള എല്ലാ ചോദ്യങ്ങളും മുഖ്യമന്ത്രി നേരിട്ടു. ഒരു സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കാരിന്റെ തലവനായ മുഖ്യമന്ത്രി വന്നിരുന്ന് ഒരു മീറ്റ് ദ പ്രസ് നടത്തുമ്പോൾ അത് ഏത് ചോദ്യവും ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുമ്പോൾ എങ്ങനെയാണ് സർക്കാർ പ്രതിരോധത്തിലാണ് ഈ വിഷയത്തിൽ എന്ന് പറയാൻ കഴിയുക? കാരണം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു, ED-യുടെ നോട്ടീസ് വന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഈ വിഷയത്തിലേക്ക് വരാം. ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടിയല്ലേ മുഖ്യമന്ത്രി കൊടുത്തത്? ഒരു ലൈംഗിക വൈകൃതക്കാരനാണ് ഈ വിഷയത്തിൽ പോലീസ്, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പിന്റെ കൂടി തലവനായ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വിഷയത്തിൽ ഫലപ്രദമായ നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത്. പക്ഷേ പോലീസിന്റെ കണ്ണു വെട്ടിച്ച്, ആൻഡോ സാർ നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെടാതിരുന്നതാണ്, അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹം പറഞ്ഞോട്ടെ എന്ന് വെച്ച്, ഇവിടെ സംരക്ഷണം ഒരുക്കുന്നത് ആരാണ് എന്ന് മാഡം തിരിച്ചു ചോദിച്ചല്ലോ. മുഖ്യമന്ത്രി എന്ന് മറുപടി പറഞ്ഞു, പോലീസിന്റെ കണ്ണു വെട്ടിച്ച് സംരക്ഷണം ഒരുക്കുന്ന നടപടികൾ ബോധപൂർവം സംരക്ഷിക്കാൻ നടപടി എടുത്തു എന്ന് തന്നെ സംശയിക്കണം. പറയുന്നത് സ്റ്റേറ്റിന്റെ തലവനായ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ ഞാൻ അവിശ്വസിക്കുന്നില്ല. അപ്പോൾ മറുഭാഗത്ത് നിൽക്കുന്നത് പിടിക്കുമല്ലോ, പറയട്ടെ, അപ്പോൾ പിടിക്കണമല്ലോ, പിടിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊരു അമിത ആത്മവിശ്വാസം നിന്ന് വരുന്നതാണ്. അത് കോൺഗ്രസ് തരുന്ന ഒരു ആത്മവിശ്വാസമാണ്. ഒന്നുമല്ല, ഉണ്ട നെഞ്ചത്ത് കൊള്ളും, ഉണ്ട നെഞ്ചത്ത് കൊണ്ട് ചത്തുമലച്ച് കിടക്കാൻ തയ്യാറായിക്കോളൂ. കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് അത് തന്നെയാണ്. ഞാനത് പൂർത്തിയാക്കിക്കോട്ടെ. ശരി, ഇവിടെ ഞാനത് വേറൊരു കോൺടെക്സ്റ്റിലേക്ക് കൊണ്ടുപോകുന്നില്ല. താങ്കൾ പറഞ്ഞ വാക്കിൽ പിടിച്ചു വേണമെന്നുണ്ടെങ്കിൽ ആരാണ് അതിന് പോയതെന്നുള്ളത് പറയാം. ഞാൻ ഈ വിഷയത്തിൽ ഒന്ന് നിൽക്കട്ടെ. ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള അവസരമാണ് വഴിതിരിച്ചു വിടാനുള്ള കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ആ ഒരു വഴുക്കൽ ന്യായം. അത് പക്ഷെ താങ്കൾ കുറെ നേരമായി ബാറ്റ് ചെയ്തത് രാഹുൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ CPIM നടപടി എടുക്കുന്നില്ല. CPIM ആണോ രാഹുൽ മാങ്കൂട്ടത്തിനെ പോയി പിടിക്കേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. CPIM പോയി രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചുകൊണ്ടുവന്ന് കൊടുക്കണം എന്നുള്ള രീതിയിൽ CPIM നടപടി എടുക്കുന്നില്ല, അല്ലെങ്കിൽ CPIM എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നറേറ്റീവ് ഒക്കെ, അതൊക്കെ എത്ര ഒരു റിഡിക്കുലസ് ആയിട്ടുള്ള ഒരു നറേറ്റീവാണ് സെറ്റ് ചെയ്യുന്നത്. ശരിക്കും തെരഞ്ഞെടുപ്പാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങി വോട്ട് ചോദിക്കാനായി ഞാൻ കഴിഞ്ഞ ദിവസവും ചർച്ചയിൽ പറഞ്ഞതാണ്. ഒരു പുരുഷ സ്ഥാനാർത്ഥിക്ക് എങ്ങനെയാണ് ഒരു വീട്ടിൽ കയറി സ്ത്രീകളോട് വോട്ട് ചോദിക്കാൻ കഴിയുക? ഒരു ബലാത്സംഗിയെ കൊണ്ടു നടന്ന ഒരു പാർട്ടിയുടെ അംഗമായിരുന്നു കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാൻ കഴിയുക? നാണം കെട്ട് പ്രതിരോധത്തിൽ നിൽക്കുന്ന പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്. അത് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ലേ? ഇനിയും പോലീസിന്റെ കഴിവുകേട്, പോലീസ് പിടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലീസ് പിടിക്കേണ്ട ആ കുറ്റകൃത്യം ഏറ്റവും ഗുരുതരമായ, കേരളത്തിൽ ഇന്നേ വരെ ഒരു MLA-യും ചെയ്തിട്ടില്ലാത്ത, ഇന്ത്യയിൽ ഇന്നേ വരെ ഒരു MLA-യും ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയും ചെയ്തിട്ടില്ലാത്ത കുറ്റകൃത്യം തന്നെയാണ്. പ്രജ്വൽ രേവണ്ണയുടെയോ മറ്റാരുടെയോ കേസ് നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. ഇതുപോലെ ഗർഭിണിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് തുടർച്ചയായി പെൺകുട്ടികളെ ഇരയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വൈകൃതത്തിനുടമയായ ഒരാളെ, അതൊരു വൈകൃതം തന്നെയാണ്. അതായത് ഗർഭമുണ്ടാക്കുക എന്ന് പറയുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള ഒരു റേപ്പിസ്റ്റിന്റെ മനോഭാവമാണ് അയാൾക്കുള്ളത്. അതുപോലെ ഒരാളെ മറ്റൊരാളുമായും ഒരു കേസുമായി ഇക്വേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ ലൈംഗിക വൈകൃതത്തിന് അടിമയായ ആ രാഷ്ട്രീയക്കാരൻ, അയാളെ തുറന്നു കാട്ടുക തന്നെ വേണം. അയാൾ തുറന്നു കാട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പോലീസ് ഇങ്ങനെ പിന്നാലെ ഓടുമ്പോൾ ഇയാൾ പോയി ഒളിവിൽ പാർക്കുന്ന ഇടങ്ങളും, അവസാനമായി മൊബൈൽ ഫോൺ ഓൺ ആയപ്പോൾ അത് സുള്ളയിലാണ് ലൊക്കേഷൻ കാണിച്ചത്. അതുവരെയുള്ള വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത്. ഇനി എവിടെ പോയി ഒളിച്ചു കഴിഞ്ഞാലും നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം നേടിയെടുത്തതിന് ശേഷം വിജിഗീഷുമായി രംഗത്ത് വരുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ ആയിരിക്കും നിങ്ങളൊക്കെ ഒരു പക്ഷേ പ്രതീക്ഷിക്കുക. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ, ജനങ്ങളുടെ കോടതിയിൽ അയാൾക്കുള്ള ശിക്ഷ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ പോയി നിന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയും നിങ്ങളത് അതിനെ പോലീസ് പിടിക്കുന്നത്. മാഡം കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ ഏറ്റു പറയുമ്പോഴേക്ക് തിരിച്ചു പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം.
പറയുന്ന വാദങ്ങൾ സിപിഎമ്മിന്റെ വാദമാണോ പറഞ്ഞത്? ഞാൻ എന്റെ വാദമാണ് പറഞ്ഞത്. ഞാൻ എന്റെ വാദമാണ് പറഞ്ഞത്. ഞാൻ എന്റെ വാദമാണ്, എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അല്ലല്ല, എന്തെങ്കിലും ചാർത്തി വെക്കാൻ പറ്റില്ല. ചാർത്തി വെച്ചില്ല. മാഡത്തിന് ഇത്ര പൊള്ളുന്നത് എന്തിനാ? അല്ല, എനിക്കല്ല പൊള്ളുന്നത്. 2 പ്രാവശ്യമായി പറഞ്ഞു. ഞാനും ഇത് ചർച്ച നിയന്ത്രിക്കുന്ന ആളാണല്ലോ. ആരുടെ പേരിലും ഇന്ന പാർട്ടി എന്ന് അങ്ങനെ ചാപ്പ കുത്താൻ പറ്റില്ലെന്നേ നമ്മുടെ അഭിപ്രായം പറയാം. ശരി, അപ്പോൾ സിപിഐഎമ്മിനെയും അതുപോലെ തന്നെ ബിജെപിയും ഒക്കെ എടുത്ത് ഇവിടെ ജിമ്മി ജെയിംസ് പറഞ്ഞപ്പോൾ ഈ എതിർപ്പൊന്നും മോഡറേറ്ററുടെ ഭാഗത്ത് കണ്ടില്ല. ബിജെപിയുടെ ഒരാളെ പറ്റി പറഞ്ഞ ഉടനെ തന്നെ ഇടപെടുന്നു. അങ്ങനെ ഇടപെടുന്ന കാര്യമില്ലല്ലോ. അല്ലല്ല, മാഡം ഇടപെട്ടില്ല. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. അപ്പോൾ എൽദോസ് കുന്നപ്പള്ളിക്കും എം എൻസറിനും എതിരെയൊക്കെ നടപടി എടുത്തിട്ടാണ് കോൺഗ്രസ് ഈ പറയുന്നത് എന്നുള്ളത് അറിയുമ്പോഴത്തേക്കും എനിക്ക് വലിയ ആത്മാഭിമാനം തോന്നുന്നുണ്ട്. കാരണം അവരൊക്കെ ജയിലിൽ കിടന്നതിനെതിരെ നടപടി എടുത്തിട്ടാണല്ലോ ബാക്കിയുള്ളവർക്കെതിരെ നടപടി എടുത്തില്ല എന്നൊക്കെ പറയുന്നത്. ഇന്നലെ ഗതികെട്ടാണ് നടപടിയെടുത്തത്. ഇന്നലെ സമൂഹ മധ്യത്തിൽ മുഖം വികൃതമായി പൊളിഞ്ഞിളകി നിന്നതിന് ശേഷമാണ് നടപടിയെടുത്തത്. അല്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ഇൻഫർമേഷൻ കിട്ടിയിട്ടൊന്നുമല്ല. നടപടിയെടുത്ത് കയ്യിൽ വെച്ചേക്കായിരുന്നു. അതെ, അടുത്ത മിനിറ്റിൽ പുറത്തുവിടാൻ. അതായത് മുൻകൂർ ജാമ്യമില്ല എന്ന് കോടതി വിധി പ്രൊനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മിനിറ്റിൽ ഇതാ നടപടി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താക്കുറിപ്പ് പുറത്തേക്ക് വിടുകയാണ്. പറയട്ടെ. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് പുറത്തു വന്നതെല്ലാം ഇന്ന് മുഖ്യമന്ത്രി കൃത്യമായി അതിന് മറുപടി നൽകിയിട്ടുണ്ട്. അപ്പോഴും സർക്കാർ പ്രതിരോധത്തിലാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന്റെ വക്രബുദ്ധി ഞാനൊന്ന് തുറന്നു കാട്ടാൻ വേണ്ടി ഇത്രയും ഞാൻ പോയി എന്നേ ഉള്ളൂ. ഈ ലൈംഗിക വൈകൃതക്കാരന്റെ നടപടികൾ പൊതുസമൂഹത്തിനോ പൊതുപ്രവർത്തകനോ ആർക്കും തന്നെ ചേരുന്നതല്ല. ആരും അനുകരിക്കരുതാത്ത ഒരു മാതൃകയാണ് അയാൾ ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആരോപണം ഉയരുമ്പോൾ തന്നെ ഇയാളെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ കോൺഗ്രസിന് അന്തസ്സുണ്ടെന്ന് പറഞ്ഞേനെ കേരളം. ആ അന്തസ്സ് നഷ്ടപ്പെടുത്തി. ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇനി അറസ്റ്റ് വൈകുന്നതിനെ കുറിച്ച് പറഞ്ഞ്, സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് പറഞ്ഞ് പല വിഷയങ്ങൾ പറഞ്ഞാലും അന്തസ്സില്ലായ്മയുണ്ട് എന്നുള്ളത് ജനത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞ സാഹചര്യമാണ്. ഇനി അടുത്തത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നഗരഹൃദയത്തിൽ നിന്ന് റിസോർട്ടുകളിലേക്ക്, വമ്പന്മാരുടെ സംരക്ഷണയിലേക്ക് പോയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നാലെ പോകുന്ന SITക്ക് ഇതിനകം തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അന്വേഷണത്തെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ ആത്മവീര്യത്തെ കെടുത്താൻ ഞാൻ തയ്യാറല്ല. അവരന്വേഷിക്കട്ടെ. ഇത്രയ്ക്ക് ഉറപ്പുള്ള ഇയാളൊരു ലൈംഗിക വൈകൃതക്കാരനാണെന്ന് മുൻപേ അറിയാവുന്ന, രേഖാമൂലമുള്ള പരാതിയല്ലാതെ മറ്റു തരത്തിലൊക്കെ ഇതൊക്കെ അറിയാമായിരുന്ന ആളുകൾ എന്തിനാണ് ഇത്രയും കാലം ഇയാളെ പൊതിഞ്ഞു കൊണ്ടു നടന്നത്? ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഉയർത്തിക്കൊണ്ടുവന്നത് 2017 2025 ഇടയിൽ അയാൾക്ക് ലഭിച്ചിട്ടുള്ള ഉയർച്ച, ആ രാഷ്ട്രീയത്തിലെ അയാളുടെ വളർച്ച എന്ന് പറയുന്നത് മറ്റു പ്രവർത്തകർക്ക് കിട്ടിയ അതേ രീതിയിലാണോ? ഉമ്മൻചാണ്ടി അടക്കം മുന്നോട്ട് വെച്ച പേരുകൾ തള്ളിക്കൊണ്ട് ഇയാളെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് നടത്തിയിട്ടുള്ള നെറുകെട്ട നീക്കങ്ങൾ അടക്കം കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് കഴിഞ്ഞ സാഹചര്യമാണ്. ഇനി ഈ പ്രതിരോധത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. ഇവിടെ എന്ത് പ്രതിരോധമാണുള്ളത്? ഇവിടെ ഇടതുപക്ഷത്തിനായാലും BJPക്കായാലും അവരുടെ പ്രചാരണ അജണ്ട എന്താണ് മുന്നോട്ട് വെച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അതിന് കഴിയാതെ പതറി നിൽക്കുന്ന പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്, പതറി നിൽക്കുന്ന മുന്നണിയുടെ പേര് UDF എന്നാണ്. എന്തിന്? ലീഗിന് തന്നെ നാണക്കേടാണ് പോയി വോട്ട് ചോദിക്കാൻ. അപ്പുറത്ത് ലീഗിന്റെ കൂടെ തോളിൽ കൈയിട്ട് നടന്ന പാലക്കാട് പ്രചാരണത്തിന് ലീഗും പോയതാണ്, വോട്ട് പിടിക്കാൻ പോയതാണ്, പിരായിരിയിലൊക്കെ പോയി വോട്ട് പിടിച്ചതാണ്, എല്ലായിടത്തും പിടിച്ചതാണ്. അങ്ങനെ തോളിൽ കൈയിട്ട് നടന്ന ലീഗുകാർക്ക് പോലും നാണക്കേടുണ്ടാക്കി വെച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA. അയാൾ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച MLA ആണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ അയാൾ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച MLA ആയി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ എനിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മുങ്ങുന്ന കപ്പലായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ കൂടുതൽ മുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസ് എന്തായാലും വഴിവെച്ചിട്ടുണ്ട്. മാത്രമല്ല പിണറായി വിജയനെ ഇതിനകത്ത് രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഇയാൾക്ക് കൂടുതൽ ഹീറോയിക് ആയിട്ടുള്ള ഒരു മൈലേജ് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ട് തന്നെയായിരിക്കും നേരത്തെ അറസ്റ്റ് ചെയ്യാത്തത്. ഈ ശബരിമല ഇലക്ഷൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇല്ല, അത് ഇടയ്ക്കൊരു മറ്റേ ഇതിട്ടിരുന്നല്ലോ, ഫേസ്ബുക്കിലൊക്കെ ഒരു ക്യാമ്പയിൻ തുടങ്ങി വെച്ചായിരുന്നു. പിന്നീട് അതേക്കുറിച്ച് മിണ്ടുന്നില്ല. കാരണം രാഹുലിന്റെ കാര്യം പറഞ്ഞു തീർത്തിട്ട് വേണമല്ലോ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് പറയാനായിട്ട്. മാത്രമല്ല ഈ കോൺഗ്രസിനകത്ത് തന്നെ ഈ ഉൾപാർട്ടി പിരിവുകൾ അല്ലെങ്കിൽ അകത്ത് തന്നെയുള്ള ഭിന്ന സ്വരങ്ങൾ ഒരു വിഷയത്തിൽ യൂണിഫൈഡ് ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ പോലും കഴിയുന്നില്ല എന്നത് ഇതുപോലെയുള്ള സ്ത്രീകളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ നമ്മൾ കാണുകയാണ്. ഹൈക്കമാൻഡ് ഇനിയും ഈ വിഷയത്തിൽ പരസ്യമായി ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. എക്സ്പോസ്ഡ് ആണ് കോൺഗ്രസ്, സർക്കാരല്ല പ്രതിരോധത്തിൽ. ശരി. Meet the editors.